Download now. CC Learning app. ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഡിസംബറിൽ അല്ലെങ്കിൽ ആ സമയത്ത് നടക്കാൻ വേണ്ടി പോകുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ടോപ്പിക് എന്ന് പറയുന്നത് എറർ എന്ന് പറയുന്ന ഫിസിക്സിന്റെ ഭാഗത്തുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ എറർ എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ഭാഗത്ത് നിന്ന് +1 നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. +1 ആദ്യ ഭാഗങ്ങളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എറർ എന്ന് പറയുന്നത്. അപ്പം 3 pillars ഓഫ് എറർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 എററുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം അവിടെ നിന്നാണ് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നത്. ആ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്ന അബ്സല്യൂട്ട് എറർ ഉണ്ട്, റിലേറ്റീവ് എറർ ഉണ്ട്, അതുപോലെ തന്നെ പെർസെന്റേജ് എറർ ഉണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമുക്ക് നമുക്ക് വേണമെന്ന് ഇല്ല. ആപ്ലിക്കേഷൻ നമുക്ക് വേണമെന്നില്ല. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ഫോർമുല അല്ലെങ്കിൽ ഡെഫിനിഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് പഠിച്ചെടുക്കാം. അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് നമ്മൾ അളന്നെടുക്കുന്ന മെഷേർഡ് വാല്യൂവും അതുപോലെ തന്നെ അതിൽ നിന്നുള്ള ട്രൂ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ +2 കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ലാബ് ചെയ്തിട്ടുണ്ട്. ആ ലാബിൽ നമുക്ക് 9.8 ആണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ സിമ്പിൾ പെൻഡുലം ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. ഒരു പക്ഷെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 10 10.1 ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് 10.1 ആണ്. ആ 10.1 നിന്ന് 9.8 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഇനി ആ അബ്സല്യൂട്ട് എററിനെ ട്രൂ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിലേറ്റീവ് എറർ കിട്ടുന്നത്. അപ്പൊ നേരത്തെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 9.8 മൈനസ് 10.1 ഡിവൈഡഡ് ബൈ നമുക്ക് അവിടെ അത് 9.8 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊന്ന് എഴുതി നോക്കുമ്പോൾ കിട്ടും റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ഇനി പെർസെന്റേജ് എറർ എന്ന് പറയുന്നത് റിലേറ്റീവ് എറർ ഇൻറ്റു 100% ആണ്. റിലേറ്റീവ് എറർ ഇൻറ്റു 100% ആണ്. അതായത് നമ്മുടെ ഈ രണ്ടാമത്തെ ഇക്വേഷനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ന്യൂമറിക്കൽ ആണ് പെർസെന്റേജ് എറർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റു രീതിയിൽ ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ PSC ചോദിക്കുന്നത് എന്ന് പറയാൻ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് ഈ ഒരു ടേബിൾ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ പഠിപ്പിച്ചു മുമ്പോട്ട് പോകുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് റിലേറ്റീവ് എറർ എന്നാണ്. അപ്പം the difference between the measured value and the true value ഉണ്ട് ഒരു ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഡിയിൽ the ratio of the mean absolute error to the mean value of the quantity measured ഉണ്ട്. ഓപ്ഷൻ സി the product of the absolute error and measured value ഉണ്ട്. ഓപ്ഷൻ ഡിയിൽ സ്ക്വയർ റൂട്ട് ഓഫ് the absolute error ഉണ്ട്. അപ്പൊ നമുക്ക് ആ ടേബിള് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വായിച്ചു നോക്കിയവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒറ്റയടിക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യം വരുന്നത് ഒരു പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. അപ്പം ഇഫ് ദ റിലേറ്റീവ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് 0.05 എന്നവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് എ പെർസെന്റേജ് എറർ എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഈ ചോദ്യം ഞാൻ ഉത്തരം തൽക്കാലം പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങൾ എററിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ നമുക്ക് പവർ ഒക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യണം. അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ചെറിയ ഡെഫിനിഷൻസ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും ബേസിക് ആയിട്ട് ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ലെവലിൽ തന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. രണ്ടാമത് നിങ്ങൾക്കുള്ള അഡീഷണൽ ഇൻപുട്സ് ആണ്
ഇപ്പൊ ഞാൻ ഈ ഒരു സെഷനിൽ തരുന്നത്. ഗ്രോസ് എറർ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടേം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. മിസ്റ്റേക്സ് കോസ്ഡ് ബൈ ഹ്യൂമൻ കെയർലെസ് ഓർ ഇംപ്രോപ്പർ യൂസ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്താണ്, അതിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ യൂസ് ഓഫ് ഇൻസ്ട്രുമെന്റ് കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ മനുഷ്യന്റെ പോരായ്മകൾ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന എററുകളെയാണ് നമ്മൾ ഗ്രോസ് എറർ എന്ന് പറയുന്നത്. ഇനി സിസ്റ്റമാറ്റിക് എറർ ഉണ്ട്. അപ്പൊ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഅക്യുറസീസ് കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇൻസ്ട്രുമെന്റിന്റെ ഫ്ലോ ആകാം, അല്ലെങ്കിൽ ഇൻഅക്യുറസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിന്റെ മോശമാകാം. അങ്ങനെ ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഇപ്പം എന്ത് ചെയ്താൽ മതി, എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ റാൻഡം എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറഗുലർ ഫ്ലക്ച്വേഷൻ ആണ്. ഇറഗുലർ ഫ്ലക്ച്വേഷൻ ഡ്യൂ ടു ആൻ അൺപ്രെഡിക്റ്റബിൾ വേരിയേഷൻ ഇൻ ദ എക്സ്പെരിമെന്റൽ കണ്ടീഷൻ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ആവറേജിങ് വഴി. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റാൻഡം എറർ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സിമ്പിൾ പെൻഡുലം സീരിയൽ നമ്പർ 1 ഫസ്റ്റ് ട്രയൽ, സെക്കൻഡ് ട്രയൽ, തേർഡ് ട്രയൽ, ഫോർത്ത് ട്രയൽ എഴുതും. എന്നിട്ട് ഇതെല്ലാം കൂടെ കിട്ടുന്നതിന്റെ ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്, അല്ലെ? ഒറ്റ തവണയല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്, ഒന്നിലധികം തവണ മെഷർ ചെയ്യും. അത് എന്തിനു വേണ്ടിയാണ്, മിറ്റിഗേറ്റഡ് ബൈ ആവറേജിങ്. എന്താണ്, റാൻഡം എറർ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രയലുകളുടെ എണ്ണം കൂട്ടുന്നത്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരത്തില്ലയോ? വരാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ പഠിപ്പിക്കുന്നത്. ആദ്യം ജസ്റ്റ് ബേസിക് ഇൻഫോ വേണമെങ്കിൽ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ചെറിയൊരു ടോപ്പിക് ആണ് അല്ലെ, നമ്മൾ 3 pillars of error എന്ന് പറഞ്ഞിട്ട് ആ പ്രോബ്ലം മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ പരീക്ഷ നമ്മുടെ നവംബർ ഡിസംബർ വിൻഡോയിലായിട്ടാണ് നടത്തപ്പെടുന്നത്. PSC യുടെ ഭാഗത്ത് നിന്ന് നവംബർ ഡിസംബർ വിൻഡോയിലായിട്ടാണ് നടത്തപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഉള്ള കോഴ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ബോർഡ് നമ്പർ 85 89 08 35 68 എന്നതാണ് ഞങ്ങളുടെ ബോർഡ് നമ്പർ. അപ്പൊ ഞങ്ങളുടെ കോഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. 2 പ്ലാൻ നമുക്കുണ്ട്. ഒന്ന് ലൈവ് ക്ലാസ്സസിന് ഒരു പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കണ്ടന്റ് ഉണ്ട്. അപ്പം അതെന്ത് ചെയ്യുക, അത് നമ്മൾ പതിയെ കണ്ടു തുടങ്ങും. ഇപ്പം കൊല്ലങ്ങളായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടച്ച് ഇല്ലാത്തവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലും അവർക്ക് റെക്കോർഡ് സെഷൻസും ഹെൽപ്ഫുൾ ആകും, അതിലേറെ ഹെൽപ്ഫുൾ ആകുന്ന ലൈവ് സെഷൻസും എല്ലാം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അതിനു വേണ്ടിയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ എന്താണ്, നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്. നമുക്ക് ലൈവ് സെഷൻസ് ആഴ്ചയിൽ 3 മുതൽ 5 വരെയുള്ള ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 മുതൽ 5 വരെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണത് മുമ്പോട്ട് പോകുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പം ഈ ഒരു കോഴ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ കോഴ്സിന്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഫിസിക്സിന്റെ സിലബസ്, നിങ്ങൾക്ക് സിലബസ് അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, MLT ഉണ്ട്. അപ്പം നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം ഒരു ടോപ്പിക് പഠിക്കുക, അടുത്ത ദിവസം അടുത്ത ടോപ്പിക്ക് പഠിക്കുക. കാരണം എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് അല്ലെങ്കിൽ പോലും, കാരണം ഫിസിക്സിന് 15 മാർക്കാണ്, അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് 15 മാർക്കാണ്, സുവോളജിക്ക് 10 മാർക്കാണ്, ബോട്ടണിക്ക് 10 മാർക്കാണ്, MLTക്ക് 50 മാർക്കാണ്. ഈക്വൽ വെയിറ്റേജ് അല്ലെങ്കിൽ പോലും നമുക്ക് എന്താണ്, എല്ലാ ദിവസവും എവിടെയെങ്കിലും ഭാഗത്ത് നിന്ന് പഠിച്ചാൽ മാത്രം, അതായത് തുല്യ പരിഗണനയോടുകൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, സ്കോർ ഉയർത്താനായിട്ട് പറ്റത്തുള്ളൂ. കേവലം MLTയോ ഏതെങ്കിലും ഒരു സബ്ജക്ട് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, നമുക്ക് സ്കോർ ഉയർത്താനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം MLT മാത്രം ഫോക്കസ് ചെയ്യാന്ന് വിചാരിക്കുക, 50 മാർക്കേ ഉള്ളൂ. 50 മാർക്കിൽ നമുക്ക് പരമാവധി ഒരു 35 അല്ലെങ്കിൽ 30 മുകളിലേക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിൽ സ്കോർ ചെയ്യാൻ പാടാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ എഫേർട്ട് എടുക്കണം. കാരണം കോമ്പറ്റീറ്റീവ് എക്സാം സൈക്കോളജി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി 30-40 ഫുൾ മാർക്ക് എന്തായാലും കിട്ടത്തില്ല. അതേസമയം എന്താണ്, MLT എല്ലാം കൂടെ പഠിച്ച ഒരാൾക്ക് ഒരു 4-5 പേപ്പർ ഉണ്ട്, ആവറേജ് ഒരു 12 മാർക്ക് വെച്ച് കിട്ടിയാൽ പോലും എന്താണ്,
കയറി വരാനായിട്ട് സാധിക്കും. ആവറേജ് ഒരു പേപ്പറിൽ നിന്ന് 12 മാർക്ക് കിട്ടിയാൽ പോലും 60 മാർക്ക് സ്കോർ ചെയ്യാൻ അയാൾക്ക് പറ്റും. അതേസമയം MLT ഫുൾ വാങ്ങി അത് മാത്രം പഠിച്ച ആൾക്ക് എന്താണ്, അയാൾ 10 മാർക്കിന് പുറകിൽ പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് ഈക്വലി പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ഇനി എന്താണ് ആറാം ദിവസം നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്, റിവിഷൻ ആണ് ചെയ്തിരിക്കുന്നത്. റിവിഷൻ ഈസ് ദ മദർ ഓഫ് ലേണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് കൃത്യമായ റിവിഷൻ, നമ്മൾ എത്ര പഠിച്ചു എന്നതിലല്ല, പഠിച്ചതിനെ കൃത്യമായിട്ട്, അല്ലെ, വിവരവും വിവേകവും പറയും, തിരിച്ചറിവ് പറയും. അതുപോലെ തന്നെ എന്താണ് പഠിച്ചത് എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടുന്ന ദിവസം പോലെയാണ് നമ്മുടെ ആറാമത്തെ റിവിഷൻ ഡേ വരുന്നത്. ഇനി റിവിഷൻ കൊണ്ട് തീർന്നോ? ഈ റിവിഷൻ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, 7-ാം ദിവസം ഒരു മോക്ക് ടെസ്റ്റ് നടത്തും. 7-ാം ദിവസം നമ്മളൊരു മോക്ക് ടെസ്റ്റ് നടത്തും. അതുപോലെ തന്നെ 14-ാം ദിവസം നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. മോക്ക് ടെസ്റ്റ്, വീക്ക്ലി മോക്ക് ടെസ്റ്റുകളുണ്ട്. ആ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ മോക്ക് ടെസ്റ്റിന്റെ പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ഇത് എന്താണ്, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഏറ്റവും പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കാണ്. ഈ നെഗറ്റീവ് മാർക്ക് റിഡക്ഷൻ ആണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സാം എഴുതി പരിശീലിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയ കണ്ടന്റ് പഠിക്കുന്നതിലപ്പുറത്തേക്ക് നമുക്ക് എക്സാം പാറ്റേൺ മാപ്പിംഗ് ആണ്, ഇന്റേണൽ മാപ്പിംഗ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഇപ്പൊ നമ്മൾ സംസാരിച്ചത് ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ ഫിസിക്സിന്റെ ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള സംശയങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇതൊരു പൊതു ഭാഗമാണ്. നമുക്ക് 4 മൊഡ്യൂളിലായിട്ടാണ് ഫിസിക്സ് ഉള്ളത്, 15 മാർക്കിന്. അപ്പൊ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്, കൈനമാറ്റിക്സ്, ഡൈനാമിക്സ് എല്ലാം വരുന്ന ഒരു ഭാഗം. ഈ ഭാഗത്ത് നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടത്. യൂണിറ്റ് 1-നായിട്ട് അല്ലെങ്കിൽ മൊഡ്യൂൾ 1-നായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ +1-ന്റെ 2-ാമത്തെ ചാപ്റ്റർ ആയ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ്, അതുപോലെ തന്നെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഗ്രാഫൊക്കെ വരച്ച് നമ്മൾ ഡെറിവേഷൻ ഒക്കെ വെച്ച് പഠിച്ചതാണ്. അതൊന്നും നമുക്ക് ഡെറിവേഷൻസ് ഒന്നും വേണ്ട. ആ ഡെറിവേഷൻസിന്റെ മീനിങ് മാത്രം മതി. ആ ഡെറിവേഷൻസ് ഒന്നും നമുക്ക് വേണ്ട. ഇപ്പൊ v² = u² + 2as എന്നോ v² - u² = 2as എന്നോ ഉള്ള ഡെറിവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് v² - u² = 2as മീനിങ് മാത്രം മതി. അത്രയും നമുക്കുള്ളൂ. എല്ലാത്തിലും നമുക്കത് മതി. ഇനി മോഷൻ ഇൻ എ പ്ലെയിൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, മോഷൻ ഇൻ എ പ്ലെയിനിലാണ് പ്രൊജക്ടൈൽ മോഷൻ വരുന്നത്. അതുപോലെ തന്നെ ലോ ഓഫ് മോഷൻസ് ഉണ്ട്, വർക്ക് എനർജി ആൻഡ് പവർ ഉണ്ട്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, ഗ്രാവിറ്റേഷൻ വരുന്നുണ്ട്. ഇത്രയും കാര്യമാണ് നമുക്ക് വരുന്നത്. ഈ മോഷൻ ഇൻ എ പ്ലെയിനിലാണ് നമുക്ക് എന്ത് വരുന്നത്, വെക്ടർ അഡിഷനും അതുപോലെ തന്നെ വെക്ടറിന്റെ കാര്യങ്ങൾ, വെക്ടർ സബ്സ്ട്രാക്ഷനും വെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെയാണ് നമുക്ക് വരുന്നത്. ഇനി മൊഡ്യൂൾ 2-ലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ +1-ൽ നമ്മളുടെ പാഠപുസ്തകത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളൊക്കെ പഠിച്ചത്. ആ ഭാഗമാണ് സെക്കൻഡ് ചാപ്റ്ററിലെ എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മൊഡ്യൂൾ 2-ൽ വന്നിട്ടുണ്ട്. ഇനി മൊഡ്യൂൾ 4-ലേക്ക് പോവുകയാണെങ്കിൽ, മൊഡ്യൂൾ 3-ലേക്ക് പോവുകയാണെങ്കിലോ +2-ന്റെ പാഠപുസ്തകത്തിന്റെ 1-ാമത്തെ ഭാഗം എല്ലാം വന്നിട്ടുണ്ട്. ഇലക്ട്രിക് ചാർജ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ട്, കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ, AC കറന്റ് ആണ് കേട്ടോ, ചാപ്റ്റർ 7 AC കറന്റ് ആണ്. അത്രയും കാര്യങ്ങൾ അവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഒപ്റ്റിക്സിലേക്ക് പോകുമ്പോഴും അവിടെയും ആ ഭാഗങ്ങളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മൊഡ്യൂൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ എന്താണ്, +2-ലെ ഫിസിക്സിന്റെ മൊത്തം ചാപ്റ്റർ പഠിക്കണം. നിങ്ങളെ കൊണ്ട് ഇത് സാധ്യമാവൂ, അല്ലെ? ഒരാളുടെ സഹായം ഇല്ലാതെ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റുന്നവർ അങ്ങനെ പഠിക്കട്ടെ, അവർ മിടുക്കന്മാരാണ്. അല്ലാത്തവർക്ക് എന്താണ്, കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരവസരം ഒരുക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലെ, ചാപ്റ്റേഴ്സ് പറഞ്ഞു. ഇത് ഞങ്ങളുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ എന്ത് ചെയ്യും, നമ്മുടെ എക്സാംസ് ഇടയ്ക്കിടയ്ക്ക് ഇടും. ഇപ്പൊ നമ്മൾ ഇടുന്നത് 30 മാർക്സിന്റെ ഇടാറുണ്ട്. ഇപ്പൊ ഇത് 30 മാർക്സിന്റെ ഒരു എക്സാം ആണ്. 50 മാർക്സിന്റെ ഇടാറുണ്ട്. വീക്ക്ലി നമ്മൾ എക്സാമുകൾ ഇടും. അപ്പൊ ഇതൊരു എന്താണ്, അതിന്റെ ആ റാങ്ക് വന്നേക്കുന്നതാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയേക്കുന്ന കുട്ടിക്ക് 23 മാർക്കാണ്. 30-ലേക്ക് അത് വരുന്നില്ല, ഫുള്ള് കിട്ടുന്നില്ല. അപ്പൊ ഇത്
എന്താണ് നമ്മൾ എക്സാം ഇതുപോലെ വീക്കിലിയിൽ നമ്മൾ ഇടാറുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനായിട്ടുള്ളത്. ഇനി നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ബോർഡ് നമ്പർ ഇതാണ് 8589083568 എന്നുള്ളതാണ് ബോർഡ് നമ്പർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതണമെങ്കിൽ, ഈ നമ്മളുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ മോക്ക് ടെസ്റ്റുകൾ എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് MLT ആണ് 50 മാർക്കിന്റെ ടോപ്പിക് വരുന്നത്. ഈ MLTയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ബന്ധപ്പെട്ട സംശയങ്ങളും അതുപോലെ തന്നെ ആശങ്കകളും ഒക്കെ ദൂരീകരിക്കാൻ വേണ്ടി 15-ാം തീയതി ഒരു വെബിനാർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ 15-ാം തീയതി അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ഒരു ദിവസം നെക്സ്റ്റ് വീക്കിൽ ഒരു വെബിനാർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന രജിസ്ട്രേഷൻ ഫോമിൽ രജിസ്റ്റർ ചെയ്യുക. എടുത്തു പറയുന്നു, അത് MLTയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വെബിനാർ ആയിരിക്കും ജൂനിയർ ലാബ് അസിസ്റ്റന്റിൻ്റെത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകൾ. നമുക്ക് ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ആ ഫ്രീ ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ ദിവസവും കുറച്ച് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ആയിട്ടും മെറ്റീരിയൽ ആയിട്ടും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ലഭിക്കാൻ ആഗ്രഹമുള്ളവര് താഴെ കാണുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഗ്രൂപ്പിൽ അംഗമാകാൻ ശ്രമിക്കുക. അപ്പം ഇതുപോലുള്ള വിവരങ്ങൾ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ആശങ്കകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ആണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അത് കമന്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളത് രേഖപ്പെടുത്തണം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.